പാസ്റ്ററോട് കൂടെ ഒരു വേദിയിൽ നിൽക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി. और पास्टर संतोष के साथ में भी मिलकर खड़े रहने का अवसर प्रभु ने दिया, उसके लिए प्रभु को धन्यवाद देता हूँ. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾ ഓൺലൈനിലൂടെ പലപ്പോഴും ശ്രവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. और ऑनलाइन माध्यमों में कई बार इन सेवकाइयों को हमने देखा है. കഴിഞ്ഞ ദിവസം പിറവത്ത് കടന്നു വന്നപ്പോൾ അന്ന് വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞില്ല. और पिछले दिनों में जब मैं केरल गया था, हमने चाहा कि आपस में मुलाकात कर पाए, लेकिन मुलाकात नहीं हो पाई थी. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. और यहाँ पर जितने लोग आए हैं, आप सभी के लिए हम दिल से परमेश्वर को धन्यवाद देते हैं. കേരളത്തിൽ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്ന ഇടത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടയാക്കുന്നു. और केरल में एर्नाकुलम जिले के अंदर पेरुम्बावूर नामक जगह में जहाँ पे मेरा जन्म हुआ, वहीं पर मैं प्रभु की सेवा में लगा हूँ. 1999 മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം അവസരങ്ങൾ. और 1999 से परमेश्वर की सेवा में मैं हूँ. अभी तक सेवा में बने रहने के लिए प्रभु ने अवसर दिया. 2007 മുതൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു പെന്തക്കോസ്ത് സഭ ഇല്ലാത്തയിടത്ത് ഒരു ആത്മീയ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ ദൈവം കൃപ നൽകി. और 2007 के अंदर एक स्थान में जहाँ पर कोई पेंतिकोस्त कलीसिया नहीं थी, वहाँ पर एक कलीसिया को स्थापित करने के लिए प्रभु ने अवसर दिया. അനേകർ പ്രവർത്തിച്ചിട്ട് ഒരു ഫലം കാണാതെ പോയ ഞങ്ങളുടെ ദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ദൈവം ഒരു അവസരത്തെ. और ऐसा स्थान जहाँ पर कई लोग आकर निराश होकर चले गए, उसी स्थान पर खड़े रहने के लिए परमेश्वर ने मेरे जीवन में अवसर दिया. കർത്താവ് അനേകരെ തന്റെ കൃപയിലേക്ക് നടത്തുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോൾ അവിടെ ആരാധിപ്പാനായിട്ട് ദൈവം അവസരങ്ങൾ നൽകി. और प्रभु कईयों को इन दिनों में अपने पास में ला रहा है और मिलकर आराधना करने का अवसर परमेश्वर मेरे जीवन में भी दे रहा है. കർത്താവിന്റെ ദാസൻ ഷാജി കുര്യൻ പാസ്റ്ററോട് ചേർന്ന് പലയിടങ്ങളിൽ പ്രാർത്ഥിച്ച ഇടങ്ങളിൽ കടന്നുപോയി ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ അവരെ കാണാനായിട്ട് ദിവസങ്ങൾ ദൈവം സഹായിക്കും. और प्रभु के दास पास्टर शाजी कुरियन के साथ में मिलकर जिन जगहों के लिए, जिन व्यक्तियों के लिए पिछले दिनों में हमने प्रार्थनाएं की थी, इन दिनों में उनके पास में जाकर, उन स्थानों में जाकर मुलाकात करने का अवसर परमेश्वर में दे रहा है. ഏത് സ്ഥലങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നു അവിടെ കാലുകുത്തി പ്രാർത്ഥിക്കാനായിട്ട് ദൈവം അവസരങ്ങളെ നൽകുന്നു. और जिन स्थानों के लिए हम प्रार्थना कर रहे थे, उन स्थानों में जाकर पैर रखकर वहां के लिए प्रार्थना करने का अवसर परमेश्वर में दे रहा है. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഴിയുന്നിടത്തോളം പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് പോകുകയാണ്. और जीवन में एक ही आशा है कि प्रभु जितना हो सके उतना आपके लिए मेरा जीवन उपयोगी हो सके, उस एक आशा के साथ में जीवन यात्रा में मैं आगे बढ़ रहा हूं. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. और मेरी पत्नी और 3 बच्चे हैं. മൂത്തത് പെൺകുട്ടിയാണ്. बड़ी बेटी है, MSc കഴിഞ്ഞു നിൽക്കുന്നു. MSc तक पढ़ाई उसकी हो चुकी है. ആൺകുട്ടികൾ +2 +1 പഠിക്കുന്നു. और मेरे 2 बेटे हैं, 12th और 11th में पढ़ रहे हैं. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ आप അപേക്ഷിക്കുന്നു. हमारे लिए प्रार्थना करना. ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. और यहाँ पर आ पाना मेरे जीवन का एक सौभाग्य है. ഈ പകൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു പോകാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. प्रभु के वचन की ओर मैं आपके ध्यान को ले जाना चाहूंगा. കർത്താവിന്റെ ദാസൻ ഷാജി കുര്യൻ പാസ്റ്റർ പ്രധാന ശുശ്രൂഷ ചെയ്യാനിടയായി തീരും. और प्रभु के दास पास्टर शाजी कुरियन बाद में वचन से और हमसे बातचीत करेंगे. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം കർത്താവ് എൻ്റെ കയ്യിൽ നൽകി തന്ന ഒരു സന്ദേശം കർത്താവിന്റെ ദാസൻ ഇവിടെ ഒരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞു. और जो संदेश प्रभु ने मुझे दिया था, उस संदेश का ही एक शब्द प्रभु के दास ने यहाँ पर पहले से बोल दिया. എൻകറേജർ എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് കർത്താവിന്റെ ദാസൻ ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിച്ചത്. और प्रभु के दास ने एनकरेजर या उत्साह बढ़ाने वाला वो एक शब्द बोलकर यहाँ पर सेवा आरंभ की थी. അങ്ങനെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇന്ന് വായിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് പ്രേരണ നൽകിയത്. और वैसा ही आपको प्रोत्साहित करने वाला एक वचन आज मैं आप तक पहुंचाना चाहता हूं. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യവും 25-ാമത്തെ വാക്യവും നമുക്ക് ദൈവസന്നിധാനത്തിൽ വായിക്കാം. प्रेरितों का कार्य उसका 27वां अध्याय उसका 22 और 25वां पद. प्रेरितों का कार्य 27 उसका 22 और 25. परंतु अब मैं तुम्हें समझाता हूं कि ढाढ़स बांधो, क्योंकि तुम में से किसी के प्राण की हानि न होगी, पर केवल जहाज की. 25वां पद. इसलिए हे सज्जनों, ढाढ़स बांधो, क्योंकि मैं परमेश्वर का विश्वास करता हूं कि जैसा मुझसे कहा गया है वैसा ही होगा. ധൈര്യം നഷ്ടപ്പെട്ട നിരാശയിലായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടരെ നോക്കിക്കൊണ്ട് പൗലോസ് ധൈര്യത്തിന്റെ വാക്കുകൾ പറയുകയാണ്. एक ऐसा समूह जो जीवन में हताश हो चुका था, जीवन में निराशा थी, कोई रास्ता नहीं दिख रहा था, ऐसे समूह को देखकर पौलुस कह रहा है, ढाढ़स बांधो, हिम्मत रखो. പൗലോസ് ആരോട് തന്റെ വാക്കുകൾ പറയുന്നുവോ ആ സാഹചര്യത്തിലൂടെ തന്നെയാണ് പൗലോസും കടന്നു പോകുന്നത്. अब आपको समझना है कि पौलुस जब जिन लोगों से वो बातचीत कर रहा है, तो जिस अवस्था से अन्य लोग गुजर रहे हैं उसी अवस्था से पौलुस स्वयं भी गुजर रहा था. പൗലോസ് ആരോട് ഈ വാക്കുകൾ പറയുന്നുവോ അവർ ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാത്തവരായിരിക്കുമ്പോൾ
പൗലോസ് ദൈവത്തെ അറിയുന്ന ഒരു ഭക്തനാണിപ്പോൾ. और पौलुस उन लोगों से बातचीत कर रहा था जिनके जीवन में प्रभु से एक मुलाकात नहीं थी. पौलुस प्रभु से मुलाकात पाया हुआ व्यक्ति होने के कारण उसी परिस्थिति में खड़े होकर हिम्मत की बात पौलुस कह पा रहा. ഇന്നും ലോകവും ലോകത്തിലെ സാമാന്യ ജനവും വ്യത്യസ്തമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. आज विश्व समुदाय अलग रीति से कई माहौलों में गुजर रहा है. അത്തരം പ്രതിസന്ധികൾ തന്നെയാണ് നമ്മളും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. और मैं और आप भी ऐसी ही विपरीत परिस्थितियों का सामना कर रहे हैं. എന്നാൽ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. लेकिन आज मुझे और आपको समझना है कि विपरीत परिस्थितियों से भरे हुए माहौल के बीच में परमेश्वर की आवाज बनने के लिए, एक उत्तर प्रकट करने के लिए परमेश्वर ने मुझे और आपको चुनकर अलग किया है. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം നമുക്കെല്ലാം അറിയാവുന്ന വേദഭാഗമാണ്. और यह अध्याय हम सभी लोग जानते हैं. ഒത്തിരി ആത്മീക ശുശ്രൂഷകൾ അതിലൂടെ നടന്നിട്ടുണ്ട്. और कई आत्मिक बातों को हम वहां पर देख पाते हैं. ആരോടാണ് പൗലോസ് ഈ വാക്ക് പറയുന്നതെന്ന് ചിന്തിക്കുമ്പോഴാണ് ആ വാക്കിന്റെ പ്രസക്തി നമുക്ക് और മനസ്സിലാകുന്നത്. पौलुस किन लोगों से यह संदेश दे रहा है, जब हम उन लोगों के बारे में जानेंगे तभी इस वचन की गहराई को हम समझ पाएंगे. പൗലോസിന്റെ വാക്കുകൾ താൻ ആരോട് ആ വാക്കുകൾ പറഞ്ഞോ അവരെ സ്വാധീനിക്കാൻ ഇടയായി തീർന്നു എന്ന് പിന്നീടുള്ള ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. और पौलुस के उन वचनों को लोगों ने स्वीकार किया, उनके कारण लोगों का जीवन बदल गया, ऐसा हम देख पाते हैं. ഇന്നലകളിൽ പൗലോസ് ആരോട് ആലോചന പറഞ്ഞോ ആ ആലോചന സ്വീകരിക്കാത്തവരോടാണ് ഇപ്പോൾ പൗലോസ് വീണ്ടും ഒരു ആലോചന പറയുന്നത്. आप देखिए, वे लोग जिन्होंने एक समय पौलुस की बात को ठुकराया था, उसी समूह से पौलुस दोबारा परमेश्वर की बात को कह रहा है. 27-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസ് ചില വാക്കുകൾ ആ യാത്രയുടെ ആരംഭത്തിൽ അവിടെയുള്ള ജനത്തോട് പറയുന്നുണ്ട്. और 27वें अध्याय उसके 9वें पद के अंदर हम देखते हैं पौलुस उन लोगों को कुछ बातें कह रहा है. പക്ഷെ പൗലോസിന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞ് അതിനെ വില കൊടുക്കാതെ മുൻപോട്ട് പോയ അതേ ജനത്തോട് ഇപ്പോൾ പൗലോസ് ചില വാക്കുകൾ പറയുകയാണ്. लेकिन आप देखिए कि उन लोगों ने पौलुस की बात को अनसुना कर दिया, उसकी बात को नहीं माना, और अब उसी समूह से दोबारा पौलुस इन बातों को कह रहा है. നാം പലപ്പോഴും ദൈവത്തിന്റെ സന്ദേശം പറയുമ്പോൾ അത് സ്വീകരിക്കാതെ തള്ളിക്കളയുന്ന അതിന്റെ വില കുറച്ച് കാണിക്കുന്ന അതേ ജനത്തോട് വീണ്ടും ദൈവിക സന്ദേശം പറയാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. और प्रियो, एक ऐसा समूह जिसने आपके द्वारा दिए गए वचन को ठुकराया, उसी समूह के बीच में दोबारा उन्हीं वचनों को बोलने के लिए परमेश्वर का आत्मा मेरे और आपके जीवनों में अवसरों को देता है. ഇന്നലെ നാം പറഞ്ഞ വാക്കുകൾക്ക് അവർ വില തന്നില്ലായിരിക്കാം, അവർ അതിനെ അവഗണിച്ചു കാണാം. പക്ഷേ ആ വാക്കുകൾക്ക് വില തരുന്ന അത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാലം മുൻപിൽ വരുന്നുണ്ട്. आप देखिए, जिन लोगों ने आपकी बात को ठुकराया, परमेश्वर का आत्मा कहता है कि आने वाले दिनों में ऐसी विकट परिस्थितियां आने वाली है कि उसके बीच में उन्हें आपकी बात को मानना पड़ेगा. ഞാൻ ഇന്നലെ ദൈവിക സന്ദേശം പറഞ്ഞപ്പോൾ സ്വീകരിക്കാത്തവരോട് ഇനി എന്തിന് ഈ ദൈവിക സന്ദേശം പറയണമെന്ന് പൗലോസ് ആശങ്കപ്പെട്ടില്ല. आप देखिए, पौलुस ने ऐसा नहीं सोचा कि मैंने इनको वचन सुनाया था, इन्होंने वचन को नहीं माना, अब मैं दोबारा नहीं बोलूंगा, अब ये विश्वास नहीं करेंगे, ऐसा संदेह पौलुस ने नहीं किया. ഇന്നലകളിൽ പൗലോസ് പറഞ്ഞ വാക്കുകളെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ലേ അവർ? എന്നാൽ ഇപ്പോൾ പൗലോസ് പറയുന്ന വാക്കുകളെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ आप എത്തിച്ചേർന്നിരിക്കുകയാണ്. देखिए, पौलुस ने आरंभ में जब उन्हें अपनी बात को कही, लोगों ने उस बात को अपनाया नहीं, क्योंकि उनकी परिस्थितियां उनके अनुकूल थी. लेकिन जीवन यात्रा में जब वे विकट परिस्थिति के दौर से गुजरे, पौलुस की बात को मानने के लिए वे लोग तैयार हो गए. ഞാനും നിങ്ങളും ആരോടെങ്കിലും സന്ദേശം പറഞ്ഞു മടുത്തു പോയിട്ടുണ്ടോ? അവർ സ്വീകരിച്ചിട്ടില്ലേ? നിങ്ങൾ മടുക്കരുത്. വീണ്ടും അവസരം ലഭിക്കുമ്പോൾ ദൈവത്തിന്റെ സന്ദേശം പറയാൻ ദൈവം നിങ്ങളെ ഒരു സന്ദേശം ഏൽപ്പിക്കുന്നുണ്ട്. प्रियो, आज मुझे और आपको समझना है, आपने किसी को प्रभु के बारे में बताया, उसने इनकार कर दिया, उसने नहीं माना, आपको थकना नहीं है, आपको निराश नहीं होना है, आपको बने रहना है. परमेश्वर परिस्थितियों को मोड़ेगा कि वे आपकी बात को मानेंगे और आपकी प्रार्थनाओं को स्वीकार करेंगे. ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ ദൈവ സന്ദേശം തള്ളിക്കളഞ്ഞവർ തന്നെ ആ ദൈവ സന്ദേശത്തെ ഹൃദയം തുറന്ന് സ്വീകരിക്കുന്ന ഒരു നാഴിക വരുന്നുണ്ട്. और
परमेश्वर का आत्मा कह रहा है कि ऐसे दिन आने वाले हैं जिन लोगों ने आपकी बात को ठुकराया, आने वाले दिनों में आपकी बात को मानने के समयों को परमेश्वर का आत्मा लेकर आएगा। ഇന്നലകളിൽ നമ്മുടെ സന്ദേശത്തെ തിരസ്കരിച്ചവർ ഇന്ന് നമ്മുടെ സന്ദേശത്തിന് ആമേൻ പറയുന്ന ഒരു കാലം വരാൻ പോകുന്നു. ऐसे मौसम आने वाले हैं कि जिन लोगों ने वचन को ठुकराया वे वचन के सामने घुटने टेकेंगे। ऐसे माहौलों को परमेश्वर का आत्मा लेकर आना चाहता है। ദൈവത്തിന്റെ ആലോചനയ്ക്ക് പ്രസക്തി ലഭിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ऐसे दिन आने वाले हैं जहां पर लोग परमेश्वर के वचन को चाहेंगे, वचन को ढूंढेंगे। ഇന്ന് ലോകത്തിന് ദൈവത്തിന്റെ സന്ദേശത്തെക്കാൾ പ്രാധാന്യം മറ്റു പല സന്ദേശങ്ങളാണ്. आज संसार के लोगों को परमेश्वर के वचन से अधिक रुचि अन्य बातों में है। മറ്റു പലതിനുമാണ് ഇന്ന് ആളുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. अन्य कई बातों को वे प्राथमिकता दे रहे हैं। പക്ഷെ ദൈവ സന്ദേശത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു കാലഘട്ടം ഭാരതത്തിൽ സംഭവിക്കാൻ പോകുന്നു. लेकिन पवित्र आत्मा आज रात को कहना चाहता है ऐसे मौसम परमेश्वर इस देश में प्रकट करने जा रहा है जहां पर लोग परमेश्वर के वचन को ढूंढने लग जाएंगे। ഇന്നലകളിൽ ജീവിതത്തിൽ സ്വീകരിച്ച ബുദ്ധിയുടെയും മാനുഷിക ചിന്തകളും പ്രസക്തമാകാത്ത കുഴഞ്ഞു മറിഞ്ഞ ഒരു കാലഘട്ടം അവിടെ ആഗതമായി. एक ऐसी अवस्था वहां पर आ गई जिस जहाज पर उन्हें भरोसा था, जिन सूबेदारों पर, जिन मल्लाहों पर उन्हें भरोसा था, जब किसी का बस नहीं चला, जहाज डूबने की कगार में आ गया, प्रभु के वचन को छोड़कर और कोई ठाटस की बात उनके पास में नहीं रही। ആശ്രയിക്കാൻ ദൈവ സന്ദേശമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കാൻ പോകുകയാണ്. एक ऐसा माहौल इन दिनों में चारों ओर बनने जा रहा है जहां पर भरोसा के लिए और कोई स्थान नहीं बचेगा। പൗലോസിന്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ഒരു നിലവാരം അവിടെ ഉണ്ടായി. पौलुस की बात को मानने वाला एक समूह वहां पर ഇന്നകളിൽ താൻ പറഞ്ഞ ആലോചന തള്ളിക്കളഞ്ഞവരോടാണ് ഇപ്പോൾ പൗലോസ് വീണ്ടും ദൈവത്തിന്റെ സന്ദേശം ആവർത്തിക്കുന്നത്. वही समूह जिसने वचन को ठुकराया था, उसी समूह के सामने पौलुस वचन की घोषणा कर रहा है। 27 അധ്യായത്തിന് 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 27 के 20 को जब हम पढ़ते हैं, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതിരിക്കുന്ന ജനത്തോട് പൗലോസ് ഇപ്പോൾ ദൈവിക സന്ദേശം പറയുകയാണ്. 27 के 20 में लिखा है कि जब बहुत दिनों तक न सूर्य न तारे दिखाई दिए और बड़ी आंधी चलती रही तो अंत में हमारे बचने की सारी आशा जाती ഒരു വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാഹചര്യങ്ങൾക്ക് മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ പൗലോസ് അവരോട് ദൈവിക സന്ദേശം പറയുകയാണ്. अब देखिए एक ऐसा अवस्था जहां पर कोई आशा की उम्मीद नहीं बची, ऐसे समयों में पौलुस वचन की घोषणा कर रहा है। സൂര്യന്റെ വെളിച്ചമോ നക്ഷത്രങ്ങൾ വെളിച്ചമോ ഒന്ന് ജീവിതത്തിൽ കണ്ടെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹത്തോടെ നോക്കിയ പ്രിയപ്പെട്ടവർക്ക് അത് ലഭിക്കാതെ വന്നപ്പോൾ ഇപ്പോൾ പൗലോസ് ചില വാക്കുകൾ അവരോട് പറയുകയാണ്. आप देखिए उन्हें न तो सूर्य दिखाई दे रहा है, न चंद्रमा दिखाई दे रहा, अंधियारे से भरे हुए समयों के बीच में वे प्रभु की आवाज को सुन पा रहे हैं। പകലും രാത്രിയും ലോകത്തെ വെളിച്ചം നൽകുന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ ഹല്ലേലൂയ കൈവേലയാണ്. देखिए परमेश्वर ने अपनी हस्तकला के द्वारा इस संसार में ज्योति देने के लिए ज्योति पुंजों को स्थापित किया। സൂര്യനെയും നക്ഷത്രങ്ങളെയും കാണാതെ ഇരുട്ടിൽ അലയുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ പൗലോസ് പറയുന്ന ദൈവ സന്ദേശം ഒരു ആശാ തുരുമ്പായിട്ട് മാറുകയാണ്. आप देखिए वे लोग जो अंधकार में बैठे हुए, जिनके जीवन में बचने की कोई आशा नहीं है, ऐसे समयों में पौलुस जब उन शब्दों को कहता है वो शब्द उनके लिए एक सहारा बन जाता है। ഞാനിങ്ങനെ പറയട്ടെ, ലോകം അനുനിമിഷവും ഇരുട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. प्रियो मैं आपसे खुलकर कहना चाहूंगा, चारों ओर का माहौल अंधकार से अंधकार की ओर बढ़ता जा रहा है। ആഗ്രഹിക്കുന്ന സ്വസ്ഥതയോ സമാധാനമോ സന്തോഷമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയാത്ത തകർച്ചയിലേക്ക് മാനവകുലം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. आज मानव समुदाय दुष्टता में, गड़बड़ियों के अंदर, लड़ाई झगड़ों के अंदर और पतन की ओर बढ़ता चला जा रहा है। എന്താണ് ചുറ്റും സംഭവിക്കുന്ന ഈ സമൂഹം ഇങ്ങനെ പോയാൽ എന്താകുമെന്നുള്ള ആശങ്കകളുടെ നടുവിൽ മനുഷ്യൻ വലയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. एक ऐसे समयों के अंदर जहां पर लोगों के पास में कोई रास्ता नहीं दिखाई देगा कि हमें कैसे आगे बढ़ना है, ऐसे समयों में हमें और आप पहुंचे। പക്ഷേ അതിന്റെ നടുവിൽ ദൈവത്തിന്റെ പൈതലിന് ഒരു സന്ദേശം ലോകത്തോട് लेकिन उसके बीच में
मेरे और आपके पास में संसार के लिए एक संदेश होना चाहिए। പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ വായിക്കുന്നു വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കയാൽ, और वहां पर लिखा है कि वहां पर बड़ी आंधी चलने के कारण ഇന്ന് മാറും നാളെ മാറുമെന്ന് വിചാരിച്ച പ്രതിസന്ധികൾ തീർന്നില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ ഭാരങ്ങളുടെ നടുവിലേക്ക് ജനം ഹല്ലേലൂയ കടന്നു പോകുന്ന ഒരു കാലഘട്ടം. एक ऐसा समय जहां पर एक के बाद एक समस्याएं बढ़ती जा रही थी और लोग दुविधा में डूबते चले जा रहे ഒരു थे। വെളിച്ചം കാണാൻ ആഗ്രഹിച്ചിട്ട് വെളിച്ചം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഉലയുന്ന കാറ്റിനകത്ത്, കൊടുങ്കാറ്റിന്റെ ഹല്ലേലൂയ പ്രതിസന്ധികൾക്കകത്ത് അവർ വല്ലാതെ ഉലയുകയാണ്. न केवल उन्हें रोशनी दिखाई दे रही थी, लेकिन उस अंधियारे भरे हुए माहौल के अंदर, आंधी के अंदर वो जहाज बह रहा, അവർ യാത്ര ചെയ്യുന്ന പടക് ഇപ്പോൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. और वो जहाज डूबने की कगार में आ पहुंचा। ആ പ്രതിസന്ധി തുടർന്നുകൊണ്ടും വർദ്ധിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. और ऐसे विकट परिस्थिति के बीच में അവിടെ പൗലോസിന് പറയാൻ ഒരു സന്ദേശമുണ്ട്. पौलुस वहां पर प्रभु से एक बात को पाकर खड़ा है। ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം മുഴുവൻ കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്ക്, പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. और जब चारों ओर का माहौल नकारात्मकता में, गड़बड़ियों के अंदर, अंधकार में जब जा रहा है, ऐसे समयों में പ്രതിസന്ധികൾ മാറിയില്ലെന്ന് മാത്രമല്ല, ഇന്നലെ അനുഭവിച്ചതിനേക്കാൾ വലിയ പ്രതിസന്ധികളുടെ തകർച്ചയിലൂടെ മാനവകുലം കടന്നു പോകുകയാണ്. और समस्याएं बढ़ती जा रही है, कम नहीं हो रही है, थमने का नाम नहीं ले रही। ഇവിടെ ദൈവത്തിന്റെ പൈതലിന് ഒരു സന്ദേശം ലോകത്തോട് लेकिन പറയാനുണ്ട്. ऐसी परिस्थितियों में मैं और आप जो प्रभु के पीछे चल रहे, हमारे पास में संसार के लिए एक संदेश होना चाहिए। 20-ാം വാക്യത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നു, ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ മറ്റുപോയി. और 20वें पद के आखिर में लिखा है कि हमारे बचने की सारी आशा जाती रही। ആ പ്രതിസന്ധി തുടങ്ങിയപ്പോൾ ഇപ്പോൾ രക്ഷപ്പെട്ടേക്കാം എന്നൊരു ആശയവും പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. और जब समस्या आरंभ हुई थी तो लग रहा था कि थोड़े समय में सब ठीक हो जाएगा। പക്ഷേ ഇപ്പോൾ ആശ മുഴുവൻ പോയി, നിരാശ മാത്രം ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു. लेकिन अब कहीं कोई आशा नहीं बची, पूरी निराशा में फंसे हुए लोग। വെളിച്ചം കാണാനില്ല, रोशनी नहीं दिख रही, കൊടുങ്കാറ്റ് ആടി ഉലയ്ക്കുകയാണ്. बड़ी आंधी वहां पर चल रही है। ഉള്ളിലുണ്ടായിരുന്ന ആശകൾ മുഴുവൻ അപ്രത്യക്ഷമായി നിരാശയുടെ പിടിയിലേക്ക് ഇപ്പോൾ ഈ യാത്രക്കാർ വഴുതി വീണു. और सारी आशा चली गई और निराशा में लोग उलझ गए। അവർ വളരെ പട്ടിണി കിടക്കുന്ന അനുഭവത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. और वे भूखे रहने की स्थिति में वे आ पहुंचे। പ്രാണൻ ഇപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. और उनकी हालात ऐसी हो गई कि अब प्राण बच नहीं पाएगा। ഈ സാഹചര്യത്തിന് നടുവിൽ പൗലോസ് ഒരു വാക്ക് പറയുകയാണ്, എങ്കിലും ധൈര്യത്തോടെ ഇരിപ്പിനെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. लेकिन ऐसे समय में पौलुस कह रहा है, हे सज्जनों, ठाढ़स बांधो। പൗലോസ് പറയുന്നു, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കുകയും ഇരിക്കേണ്ടതായിരുന്നു. और पौलुस कह रहा है कि मैंने तुमको आरंभ में ही कहा था, यदि तुम वहीं पर ठहरे रहते तो ये दुर्घटना में नहीं फंसते। ദൈവിക സന്ദേശങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ എത്തിച്ചേരുകയില്ലായിരുന്നു എന്ന് പൗലോസ് അവിടെ വ്യക്തമാക്കുന്നു. और पौलुस कह रहा, मैंने आरंभ में ही परमेश्वर की बात को तुम्हारे जीवन में बोला था, लेकिन तुमने उसे ग्रहण नहीं किया, उसके कारण आज इस विपत्ति में तुम फंसे हुए हो। പക്ഷേ അതങ്ങനെ ആയതുകൊണ്ട് ആ വാക്ക് പറഞ്ഞവരെ കുറ്റപ്പെടുത്താനല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. അവരായിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് അവരെ ധൈര്യത്തിലേക്ക് നടത്തുവാൻ പൗലോസ് പ്രോത്സാഹനത്തിന്റെ വാക്ക് പറയുകയാണ്. लेकिन आप देखिए, पौलुस उनके ऊपर दोषारोपण कर नहीं रहा, लेकिन पौलुस उन्हें हिम्मत की बात कह रहा है, उनकी ठाठस को बांधने की बात पौलुस कर रहा है। ഇന്ന് സംഭവിക്കപ്പെട്ട പലതിനും ഒരുപക്ഷെ കാരണങ്ങൾ നാം കണ്ടെത്തുന്നതും അത് വസ്തുതാപരവുമായിരിക്കാം. പക്ഷേ അതിന്റെ വേദനയ്ക്കകത്ത് ജനത്തെ തളച്ചിടുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. और प्रियो, आज परमेश्वर का आत्मा मुझसे और आपसे कह रहा है, ऐसी कई बातें होगी जो हमारी स्वयं की गलती के कारण या वचन का उल्लंघन करने के कारण हम आकर उसमें फंसे हुए होंगे, लेकिन इसके बावजूद भी परमेश्वर का आत्मा हमें वहां से बाहर निकालना चाहता है, हमारी हिम्मत को बढ़ाना चाहता है, हमारे लिए रास्तों को वो खोलना चाहता है। സംഭവിച്ചത് ശരിയാണ്, അതിന് കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ തന്നെ തുടരാനല്ല, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴിയാണ്
എന്നാണ് ദൈവത്തിന് പൗലോസിലൂടെ പറയാനുള്ളത്. लेकिन प्रिय आज की रात सुबह मैं कहना चाहूंगा जीवन में कई गलत चुनावों के कारण हमारा जीवन तूफानों में फंस गया है. प्रभु नहीं चाहता कि आप उस तूफान की अवस्था में बने रहे. परमेश्वर आपको वहां से बाहर निकालना चाहता है. സംഭവിച്ചതിനെ കുറിച്ച് പറയാനല്ല, ഇനി സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. प्रियो आपके जीवन में कौन सी विपत्ति में आप फंसे हुए उन पुरानी बातों को कहने के लिए नहीं, लेकिन भविष्य में जो आशा है उसके बारे में कहने के लिए परमेश्वर का आत्मा मुझे और आपको बुलाना चाहता है. ദൈവം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ജനത്തെ അറിയിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് और ആഗ്രഹിക്കുന്നത്. परमेश्वर चाहता है कि जो भलाई परमेश्वर हमारे जीवन में प्रकट करना चाहता है उसके बारे में लोगों को कहने के लिए, लोगों को बताने के लिए परमेश्वर हमें अलग करना चाहता അവരെ है. വേണമെങ്കിൽ കുറ്റപ്പെടുത്താനും വിമർശിക്കാനും തള്ളിക്കളയാനും നിങ്ങൾ ഇത് അനുഭവിച്ചോ എന്ന് പറയാനും എളുപ്പമാണ്. പക്ഷേ അതിന്റെ നടുവിൽ നിന്ന് അവരെ ഉദ്ധരിക്കാനുള്ള വാക്കാണ് ഒരു ദൈവവൈതനിന് ലോകത്തോട് പറയാനുള്ളത്. आप देखिए, चाहिए तो पौलुस कह सकता था तुम्हारी गलतियों के कारण ये हो रहा है, मैंने तुमको पहले ही बोला था, तुमने मेरी बात को नहीं माना, इसलिए इस तूफान में तुम उलझ गए हैं. लेकिन आप देखिए यहाँ पर पौलुस वो नहीं कह रहा, लेकिन उसके बीच में लोगों को बचने के लिए एक रास्ते को बता रहा है. आज की सुबह परमेश्वर का आत्मा कहता है दोषारोपण करने के लिए नहीं, कमियां बताने के लिए नहीं, लेकिन बचने का रास्ता बताने के लिए परमेश्वर का आत्मा मुझे और आपको अलग करना चाहता പൗലോസ് है. പറയുന്നു, ഈ കഷ്ടവും നഷ്ടവും നിങ്ങൾക്ക് സമ്പാദിക്കാതെ ഇരിക്കാമായിരുന്നു. और पौलुस कह रहा है कि चाहिए तो तुम इन चीजों से बच सकते थे, പക്ഷേ ഇപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. लेकिन अब तुम विपत्ति में फंस गए हो. പൗലോസ് പറഞ്ഞു, എങ്കിലും लेकिन ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. अभी ठाठस बांधो, हिम्मत रखो, मैं तुमसे आग्रह करता हूं. ലോകത്തെ ധൈര്യപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളുമെന്ന് തിരിച്ചറിയുക. और प्रियो, इन दिनों में मुझे और आपको समझना है संसार को ढाठस देने के लिए, हिम्मत देने के लिए मुझे और आपको बुलाया गया है. ആശങ്കകളും ഭയങ്ങളും ഭാരങ്ങളും വേദനകളും നിറഞ്ഞ ലോകത്തിന് ദിശാബോധം നൽകാൻ ലോകത്തിന്റെ നടുവിൽ ദൈവം ഉയർത്തിയ വെളിച്ചങ്ങളാണ് ഓരോ വിശ്വാസികളും. प्रियो, मुझे और आपको समझना है कि संसार में जब चारों ओर निराशा है, विपत्ति है, आशंका है, ऐसे समयों में वचन के द्वारा एक सही दिशा बताने के लिए, लोगों के अंदर एक आशा को प्रदान करने के लिए परमेश्वर के द्वारा अलग किए हुए लोग हैं मैं और आप. ഒരിക്കൽ നാം ഇരുട്ടിലായിരുന്നു. एक समय में हम अंधकार में थे. ലോകത്തിന്റെ വെളിച്ചമായ കർത്താവിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ഇരുട്ടിന്റെ ലോകത്തിന്റെ നടുവിൽ വെളിച്ചം പോലെ പ്രകാശിക്കാനാണ് ദൈവം നമ്മെ തന്റെ രക്തത്താൽ വീണ്ടെടുത്തത്. लेकिन प्रियो, परमेश्वर की ज्योति मेरे और आपके जीवन के अंदर आई. अपने लहू से उसने मुझे और आपको मोल लिया ताकि मेरे और आपके द्वारा इस संसार में अंधकार में रहने वालों के बीच में परमेश्वर की ज्योति प्रकट होने लगी. നമ്മുടെ നേട്ടവും നമ്മുടെ നന്മയും നമ്മുടെ പുരോഗതിയും മാത്രം ലക്ഷ്യമാക്കി ജീവിക്കാനല്ല, മറിച്ച് പ്രതിസന്ധിയിൽ ഉഴലുന്ന ജീവിതങ്ങൾക്ക് യേശുവിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ ദൈവം നമ്മുടെ മേൽ ഹല്ലേലൂയ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. प्रियो, हम अपने ही निजी स्वार्थ के पीछे चलने के लिए नहीं, लेकिन संसार में अन्य लोगों के बीच में एक रास्ता बताने वाले, एक उम्मीद की किरण पहुंचाने वाले व्यक्ति के रूप में इन दिनों में मुझे और आपको रूपांतरित होना है और उस स्थान पर हमें खड़ा रहना है. കർത്താവ് ജഡത്തിൽ ഈ ഭൂമി ജീവിച്ചപ്പോൾ ജനത്തിന് ഏതെല്ലാം നിലകളിൽ വിടുതലായി മാറിയോ അതേ നിലകളിൽ ഇന്ന് ലോകത്തിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. जब प्रभु यीशु मसीह संसार में थे, जिस रीति से उन्होंने लोगों की जिंदगियों को रूपांतरित किया, परमेश्वर चाहता कि इन दिनों में उसी स्तर में मैं और आप भी लोगों की जिंदगियों को हम स्पर्श कर सकें. ഇന്നലകളിൽ യേശു തന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി എന്തെല്ലാം ചെയ്തോ ഈ കാലഘട്ടത്തിൽ ആ ശുശ്രൂഷ ചെയ്യാനുള്ള വിളി ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. और पिछले समयों में यीशु ने जब इस संसार में लोगों की जिंदगियों को बदला, वैसे ही लोगों की जिंदगियों को स्पर्श करने के लिए एक बुलाहट पाए हुए लोग हैं मैं और आप. ആ വിളി നാം തിരിച്ചറിയാനിടയായി തീരണം. और इन दिनों में उस बुलाहट को हमें पहचानना है. പൗലോസ് പറയുന്നെങ്കിൽ ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. पौलुस कहता है कि ठाठस बांधो, हिम्मत के साथ में खड़े रहो. കപ്പലിലല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയുമില്ല. और पौलुस कहता है कि तुम में से किसी के प्राण की हानि न होगी, पर केवल जहाज ഇത് की. പൗലോസ് തന്റെ സ്വന്തത്തിൽ നിന്ന് പറയുന്ന വാക്കുകളല്ല. और ये पौलुस अपने मन से बोल नहीं रहा.
കാരണം പൗലോസ് ആരോട് ഈ ദൂത് പറയുന്നു? പൗലോസും ഈ പ്രതിസന്ധിയിൽ തന്നെയാണ്. क्योंकि पौलुस स्वयं भी उस जहाज में सफर कर रहा है അത് ലോകം അനുഭവിക്കുന്ന അതേ പ്രതിസന്ധികൾ തന്നെയാണ് ഒരു ദൈവവേദനം അനുഭവിക്കുന്നത്. और संसार में जो समस्याएं उसी समस्याओं का सामना पौलुस भी कर रहा है ലോകം കടന്നു പോകുന്ന വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഒരു വിശ്വാസിയും കടന്നു പോകുന്നത്. और देखिए संसार जिस प्रकार से क्लेशों में उलझा हुआ उन क्लेशों के बीच में मैं और आप भी उसमें उलझे हुए हैं പക്ഷെ പൗലോസ് പറഞ്ഞു, എന്റെ ഉടയവന് ഞാൻ സേവിച്ചു വരുന്നവന് ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നിട്ട് ഒരു ദൂത് പറഞ്ഞു. लेकिन पौलुस क्या कह रहा है 23वें पद में? क्योंकि परमेश्वर जिसका मैं हूं और जिसकी सेवा करता हूं उसके स्वर्गदूत ने आज रात मेरे पास आकर कहा. പ്രതിസന്ധികളുടെ നടുവിൽ മുട്ടുകുത്തിയ പൗലോസിനോട് ആ ജനത്തിന് നൽകാൻ ഒരു സന്ദേശം ദൈവം നൽകാനിടയായി. देखिए विपरीत परिस्थितियों के बीच में घुटने टेके हुए पौलुस को परमेश्वर उस जन समुदाय के लिए एक संदेश हस्तांतरित कर दिया. പൗലോസിന് പറയാനുള്ളത് തന്റെ സ്വന്തം വാക്കല്ല, തന്റെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ സന്ദേശം താൻ പ്രാപിച്ചത് താൻ ഇപ്പോൾ ജനത്തിന് കൈമാറുകയാണ്. आप देखिए पौलुस अपने मन से कुछ बातों को घटित करके नहीं बोल रहा, लेकिन वो कह रहा है कि मुझे प्रभु से मिला है, परमेश्वर से मैंने सुना है और उस बात को वो लोगों तक पहुंचाता എന്റെ है. ഉടയവന് ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. क्योंकि परमेश्वर जिसका मैं हूं और जिसकी सेवा करता हूं उसका स्वर्गदूत मेरे पास आकर बोला. 25ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. 25वें पद में कहता है कि इसलिए हे सज्जनों ठाडस बांधो, क्योंकि मैं परमेश्वर का विश्वास करता हूं कि जैसा मुझसे कहा गया है वैसा ही होगा. ദൈവം ഒരു സന്ദേശം തരാതെ നമുക്ക് ലോകത്തോടൊന്നും പറയാനായിട്ട് जब കഴിയില്ല. तक हम प्रभु से नहीं पाएंगे हम लोगों को बोल नहीं पाएंगे. പ്രതിസന്ധി അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി കർത്താവേ ഞാൻ എന്ത് സന്ദേശം പറയണമെന്ന് നാം ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാൻ प्रियो इन തുടങ്ങണം. दिनों में हमें प्रभु से मांगना है, परमेश्वर पिता मेरे चारों ओर के लोग समस्या में हैं, उन लोगों के लिए क्या संदेश है आप मुझे दीजिए. എന്റെ ചുറ്റും പ്രശ്നങ്ങളാൽ വലയുന്ന ജീവിതങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് ദൈവമേ എന്ന് നാം ദൈവത്തോട് ചോദിക്കാനിടയായി തീരണം. मेरे चारों ओर जब लोग समस्या में उलझे हुए हैं उन तक मैं क्या संदेश पहुंचाऊं, वो संदेश हमें प्रभु से पाना है. കാലിക പ്രസക്തമായ ഒരു സന്ദേശം പൗലോസിനെ ദൈവം ഏൽപ്പിക്കുകയാണ്. आप देखिए उन लोगों के बीच में उनकी हिम्मत को बढ़ाने का एक संदेश परमेश्वर पौलुस को दे रहा है. വേദപുസ്തകം 66 പുസ്തകങ്ങൾ ഹല്ലേലൂയ പഴയ നിയമം മുഴുവൻ അപ്പോൾ ഉണ്ട്. പക്ഷെ ഇപ്പോൾ പുതിയൊരു സന്ദേശം ദൈവം പ്രാർത്ഥനാമുറിയിൽ പൗലോസിനെ നൽകുകയാണ്. आप देखिए पौलुस को परमेश्वर एक नया संदेश, एक नया प्रकाशन उसके प्रार्थना कक्ष में दे रहा है. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്ന ദൈവത്തിന്റെ പൈതലിന് ലോകത്തിന് നൽകാൻ ദൈവം ചില സന്ദേശങ്ങൾ ഏൽപ്പിക്കുകയാണ്. प्रभु के सामने प्रार्थना में समय बिताने वाले प्रभु के व्यक्ति को परमेश्वर उस समयों के लिए एक संदेश को प्रकट करता है. ആ തകർച്ചയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ജനത്തിന്റെ മുൻപിൽ പൗലോസ് പറഞ്ഞത് ഇതാ സംഭവിക്കാൻ പോകുകയാണ്. आप देखिए विपत्ति में पड़े हुए लोगों के लिए एक संदेश परमेश्वर पौलुस को दे रहा है. പൗലോസിലൂടെ ദൈവം പറഞ്ഞത് സംഭവിക്കാൻ പോകുകയാണ്. और जो बात प्रभु ने पौलुस को कही वो बातें होने जा रही. പിശാചിന്റെ ആഗ്രഹം ഇത് തകർത്ത് കളയണം. और शैतान ने चाहा कि सबको खत्म कर दे. ഇതിലുള്ളവർ മരണത്തിനിരയായി തീരണം. और ये मृत्यु में फंस जाना है. ഈ യാത്ര ലക്ഷ്യത്തിൽ എത്തരുത്. यह सफर लक्ष्य में नहीं पहुंचना ഇവർ है. സ്വസ്ഥത അനുഭവിക്കരുത്. ये शांति नहीं पाना है. ഇവരുടെ ജീവന് ഭീഷണികൾ ഉണ്ടാകണം. इनकी जिंदगी को बर्बाद करना है. ഇവർ സമാധാനത്തോടെ മുൻപോട്ട് പോകരുത്. और इनको शांति नहीं मिलना है. എല്ലാ കാലത്തും പിശാചിന്റെ ആഗ്രഹം ഇത് തന്നെയാണ്. और शैतान हमेशा हानि के लिए लोगों के खिलाफ खड़ा होता है. അന്ധകാര ശക്തികൾ നമ്മുടെ യാത്രകളെ തകിടം മറിക്കാൻ और ആഗ്രഹിക്കുന്നു. अंधकार की ताकतें हमारे जीवन की यात्रा में हमें भटकाना चाहती है. നമ്മുടെ സമാധാനത്തെ കെടുത്താൻ ആഗ്രഹിക്കുന്നു. हमारे अशांत करना वो चाहती है. ലക്ഷ്യത്തിലെത്താതെ നമ്മെ വഴിമാറ്റി വിടാൻ हमें ആഗ്രഹിക്കുന്നു. लक्ष्य से विचलित कर देती है. നമ്മളെ ആകുല ചിന്തക്കകത്ത് ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നു. और ऐसे विचारधाराओं में वो हमें बांधना चाहती है. ഭയത്തിന്റെ പിടിയിൽ നമ്മെ അതിൽ ബന്ധിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. और वो डर के चंगुल में हमें फंसाना चाहती है. ധൈര്യം നഷ്ടപ്പെട്ടവരെ ഈ സമൂഹത്തിൽ നിലകൊള്ളാൻ അവൻ ആഗ്രഹിക്കുന്നു. और हमें निराश करके समूह में पराजित करना चाहती है. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നു നാം ധൈര്യപ്പെടുവാൻ വേണ്ടി. लेकिन परमेश्वर चाह रहा है हम ठाठस बांधे हिम्मत के साथ में हम खड़े ദൈവം रहें. ആഗ്രഹിക്കുന്നു നാം വിടുതൽ അനുഭവിക്കാൻ വേണ്ടി. परमेश्वर चाहता है कि हम छुटकारे के लिए इंद्रों में खड़े हो जाएं. രാത്രികൾ ചിലത് കഴിഞ്ഞു.
ദൈവിക വിടുതൽ അവിടെ സംഭവിക്കാനിടയായി और हम देखते हैं कि कुछ दिन और बीते, परमेश्वर का छुटकारा वहां पर प्रकट വെളിച്ചം हुआ। കാണാതെ ഇരുട്ടിൽ വലഞ്ഞ ജനം, अंधकार में रहने वाले लोग, കൊടുങ്കാറ്റിൽ അലഞ്ഞ പ്രിയപ്പെട്ടവർ, आंधी में उलझे हुए लोग, നിരാശക്കകത്ത് പെട്ടുപോയ പ്രിയപ്പെട്ടവർ, निराशा की गर्त में फंसे हुए लोग, ദൈവത്തിന്റെ ആലോചനയെ തള്ളിക്കളഞ്ഞതിനെ പ്രതിസന്ധി അനുഭവിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ, और प्रभु की आज्ञा का उल्लंघन करने के कारण विपत्ति में फंसे हुए लोग, ഇപ്പോൾ തലയിലെ ഒരു രോമം പോലും നഷ്ടപ്പെടാതെ വണ്ണം ദൈവിക വിടുതൽ സ്വീകരിക്കുന്നവരായിട്ട് മാറാനിടയായി हम देखते हैं वही समुदाय ईश्वरीय छुटकारे को स्वीकार करने वाला समूह बन ഈ गया। പകൽ നാം ലോകത്തോട് ആ സന്ദേശം വിളിച്ചു പറയണം. आज प्रभु चाहता है कि यह संदेश हमें संसार को देना है, നാം നമ്മോടും ഈ സന്ദേശം വിളിച്ചു പറയണം. हमें अपने आप को याद दिलाना है। പൗലോസ് ഈ സന്ദേശം പറയുമ്പോൾ അത് പ്രിയപ്പെട്ടവരോട് മാത്രമല്ല തന്നോടും കൂടെയാണ് ഈ സന്ദേശം. और पौलुस जब इस संदेश को बोल रहा है, अन्य लोगों को ही नहीं, वो अपने आप से भी बात कर रहा ഈ है। പ്രതിസന്ധിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പൗലോസിനോട് പിശാച് പറഞ്ഞു കാണും, നീ റോമയിൽ സാക്ഷീകരിക്കുകയില്ല, और पौलुस को शैतान ने कहा होगा, तू रोम नहीं पहुंच നിന്റെ पाएगा, ശുശ്രൂഷ ഇവിടെ തീരാൻ तेरी പോകുകയാണ്, सेवा यहाँ समाप्त हो जाएगी, നിന്റെ യാത്ര ഈ കടലിനകത്ത് അവസാനിക്കാൻ तेरी यात्रा പോകുകയാണ്. यहाँ पर अंत हो ഇനി जाएगी, നിനക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ अब കഴിയില്ല. तू आगे नहीं बढ़ पाएगा, ഇനി നിനക്ക് സന്ദേശം പറയാൻ വായി തുറക്കാൻ കഴിയില്ല. अब तू आगे बढ़ नहीं पाएगा, ഇതാ ഇവിടെ എല്ലാം അവസാനിക്കുകയാണ്. यहाँ पर सब कुछ समाप्त हो जाएगा। പക്ഷേ പൗലോസിനോട് ദൈവം പറയുകയാണ്, ഇല്ല, നീയും വിടുതൽ അനുഭവിക്കാൻ പോകുകയാണ്. लेकिन पौलुस से प्रभु कहता है कि तू छुटकारा पाने जा ഈ रहा है। പകൽ ലോകത്തോട് പറയാനുള്ള സന്ദേശം മാത്രമല്ല, आज सुबह के समय संसार के लोगों को बोलने का संदेश ही नहीं, ദൈവിക സന്ദേശം ദൂത് പറയുന്നവനെയും ബലപ്പെടുത്തുന്നതാണ്. और प्रभु का वचन हमें भी बल देना चाहता है, നമ്മെയും വിടുതലിന്റെ തീരത്തേക്ക് നടത്തുവാൻ ദൈവത്തിന്റെ സന്ദേശത്തിന് കഴിയും. हमें भी छुटकारे के उस कगार पर परमेश्वर पहुंचाना चाहता है। എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇരുട്ട് പരക്കുന്നുണ്ടോ? मेरे और आपके जीवन में यदि हम अंधकार में निराशा में फंसे हुए हैं, तो എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആഗ്രഹിച്ച വിടുതൽ കാണാതെ നാളുകളായിട്ട് മുൻപോട്ട് പോകുകയാണോ? यदि हम कहीं पर उलझे हुए पड़े हैं, तो പ്രതിസന്ധി വർദ്ധിച്ച് എന്താണ് സംഭവിക്കുന്ന അറിയാതെ ആകുലനാകുകയാണോ? यदि एक के बाद एक समस्याओं में हम उलझे हुए जा रहे हैं, तो ഉള്ള പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ പിടിക്കകത്തേക്ക് ഞാനും നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ? यदि मैं और आप निराशा के गर्त में हम फंसे हुए हैं, तो ധൈര്യം നഷ്ടപ്പെട്ട് ഭയത്തിന്റെ ആശങ്കകൾക്കകത്ത് നാം വലയുന്നുണ്ടോ? यदि हम भय से विचलित हैं, तो നാം നമ്മോടും ഈ സന്ദേശം പറയുക, हमें अपने आप को हिम्मत बनाना है, ധൈര്യത്തോടിരിക്കുക. हिम्मत के साथ में खड़ा നിന്റെ रहना है। തലയിലെ ഒരു രോമം പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കുക. तेरे बाल एक तुझे हानि होने की अनुमति तेरा परमेश्वर नहीं എന്നെ देगा। കുറിച്ച് ദൈവം കണ്ട പദ്ധതികൾ പൂർത്തീകരിക്കാതെ ഞാൻ പ്രതിസന്ധികൾക്കകത്ത് തകർന്നു പോകും. मेरे बारे में मेरे प्रभु की जो योजनाएं हैं, उन योजनाओं को परमेश्वर पूरा ഇപ്പോൾ करेगा, ഞാൻ അനുഭവിക്കുന്ന തകർച്ചയിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കപ്പെടാനിടയായി. और मेरे इस हानि की अवस्था से मैं बाहर निकलूंगा। എനിക്കും ഇനിയും ഒരു ശുശ്രൂഷയുണ്ട്. एक सेवा मेरे लिए बाकी है, എനിക്ക് ഇനിയും ദൈവത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കേണ്ട. अभी भी मुझे प्रभु का गवाह बनकर खड़ा रहना है। കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ഇനിയും ഞാൻ പ്രയോജനപ്പെടാം. ദൈവത്തിന് പദ്ധതിയുണ്ട്. प्रभु के नाम की महिमा के लिए मेरा जीवन उपयोगी होगा, ഇനിയും ഭക്ഷണം കഴിച്ച് ബലം പ്രാപിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകുന്നുണ്ട്. और नया बल पाकर खड़े होने का अवसर मेरा प्रभु मुझे देगा। 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക, ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നു തുടങ്ങി. और 35वें पद में हम देखते हैं, यह कहकर उसने रोटी लेकर सबके सामने परमेश्वर का धन्यवाद किया और तोड़कर खाने लगा। ഇന്നലെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയാതെ പോയത് അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ദൈവം നമ്മിലേക്ക് പകരുകയാണ്. पिछले दिनों में जो आप नहीं कर पाए, उन बातों को करने के लिए परमेश्वर आपको नया बल देना चाहता है। 36-ാമത്തെ വാക്യം വായിക്കുന്നു, അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. और वहां पे लिखा है कि सबने हिम्मत को बांधा और भोजन को किया। ഭക്ഷണമുണ്ടായിട്ടും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മാനസിക അവസ്ഥയിലേക്ക് അവർ വീണുപോയിരുന്നു. और उनके जीवन में इस कदर वे निराश हो गए थे कि वे भोजन खाना छोड़ दिया था। ജീവന് ഭാരം നേരിട്ടിട്ടില്ലെങ്കിലും ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ നേരിട്ടുകൊണ്ടിരുന്നു. और उनके अंदर वो भय आ गया था कि हम बच नहीं पाएंगे, അത് ജീവന്റെ പ്രാണഭയം വന്നാൽ പിന്നെ ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. और भोजन भी उन्होंने छोड़ दिया था। സമാധാനം നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ടാൽ അത് ഭക്ഷണം പോലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. और वे अशांति में फंस चुके थे. പക്ഷേ ഇപ്പോൾ എന്താണോ ചെയ്യാൻ കഴിയാതെ പോയത് അത് ചെയ്യാനുള്ള ഒരാത്മബലം ദൈവം അവരിലേക്ക് लेकिन हम പകരുകയാണ്. देखते हैं कि परमेश्वर उन्हें एक नया बल देता है, एक नई सामर्थ्य देकर खड़ा करता है. അസംതൃപ്തിയുടെ നടുവിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവർ 36 വാക്യം വായിക്കുന്നവർ തിന്ന് തൃപ്തി വരികയാണ്. और हम देखते हैं कि 36वें पद में लिखा है कि वे भोजन खाकर हिम्मत को उन्होंने बांधा. നാളുകളായി അസംതൃപ്തി അനുഭവിക്കുന്ന ആരെങ്കിലും ഈ ആത്മീയ ആരാധന വന്നിട്ടുണ്ടോ? यदि कोई है जो निराशा में से होकर गुजर रहा है, ആഗ്രഹിച്ച വിടുതൽ വിദൂരതയിലേക്ക് പോകുന്നതല്ലാതെ അത് പ്രാപിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഈ ആരാധന വന്നിട്ടുണ്ടോ? आप जिस छुटकारे की चाहत कर रहे थे वो आपको नहीं दिखाई दे रहा, तो ഇന്ന് തീരും നാളെ തീരുമെന്ന് വിചാരിച്ച പ്രതിസന്ധി തീർന്നില്ലെന്ന് മാത്രമല്ല അത് വർദ്ധിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ പകൽ ഇവിടെ വന്നിട്ടുണ്ടോ? यदि आपको लग रहा है कि आपका जीवन तो और अधिक उलझ रहा है, यदि आपको ऐसा लग रहा है, तो ഉള്ള ആശ മുഴുവൻ നഷ്ടപ്പെട്ട നിരാശയുടെ പിടിക്കകത്തായ ആരെങ്കിലും ഈ പകൽ ഇവിടെ വന്നിട്ടുണ്ടോ? यदि आप निराशा में उलझे हुए यहाँ पर आए हैं, तो ധൈര്യം നഷ്ടപ്പെട്ട ഭയത്തിന്റെ പിടിയിൽ അമർന്നുപോയ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? यदि आप डर के अधीनता में होकर यहाँ पर आए हैं, तो ഈ പകൽ ദൈവത്തിന്റെ വചനം നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. आज सुबह परमेश्वर का वचन हमारी हिम्मत को बढ़ाता है. നാളുകളായി അനുഭവിക്കാത്ത ചില വിടുതൽ ഈ ആരാധന നീ അനുഭവിക്കാൻ പോകുകയാണ്. परमेश्वर हमें छूना चाहता, हमें छुटकारा देना चाहता है. നിന്നെ നഷ്ടബോധത്തോടെ വിടാനല്ല ഈ ആരാധന. एक हानि का जीवन बिताने के लिए नहीं प्रियो, നിന്നെ ഭാരത്തോടെ പറഞ്ഞയക്കാനല്ല ഈ बोझ के ആരാധന. साथ में जाने के लिए नहीं प्रियो, ഇവിടെ മുഴുകുന്ന ദൈവിക സന്ദേശം നീ നിരാശയിൽ തുടരാനല്ല. और निराशा में बने रहने के लिए नहीं प्रियो. വീണ്ടും ഒരു വിടുതലിന്റെ തീരത്തേക്ക് നിന്നെ നയിക്കാൻ വേണ്ടിയാണ് ഈ കർത്തൃദിവസം. और प्रभु चाहता है कि आप छुटकारे में आगे बढ़े. വീണ്ടും നിന്നെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഈ ദൈവിക ആരാധന. एक नए बल में आगे बढ़ने के लिए परमेश्वर आपको बुलाना चाहता है. തകർച്ചയുടെ പിടിക്കകത്ത് വലഞ്ഞുപോയ നിന്നെ പണിയാൻ വേണ്ടിയാണ് ഈ ആരാധന. और परमेश्वर आपको नई रीति से बनाना चाहता है. ഇനി പ്രതീക്ഷയില്ല എന്ന് പറയുന്ന നിന്റെ മുമ്പിൽ ഇനി പ്രതീക്ഷയുണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് ഈ ആരാധന. जहाँ पर आप कह रहे हैं कहीं कोई उम्मीद नहीं, प्रभु कहता नहीं, उम्मीद है, आशा है, मैं तुझे बढ़ाऊंगा. എന്റെ മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞു എന്ന് അനുഭവിക്കുന്ന നിന്റെ മുമ്പിൽ വഴി തുറക്കാൻ വേണ്ടിയാണ് ഈ ആരാധന. आप कह रहे हैं कि रास्ते बंद है, लेकिन प्रभु कहता नहीं, मैं आपके लिए रास्तों को खोलूंगा. പത്മോസിന്റെ ഏകാന്തതയ്ക്കകത്ത് യോഹന്നാനെ അവസാനിപ്പിക്കാൻ ദേശത്തിന്റെ അധികാരികൾ പദ്ധതിയിട്ടപ്പോൾ पतमुस टापू के अंदर यूहन्ना की सेवा को समाप्त करने के लिए जब लोगों ने योजनाएं बनाई, ലോകത്തിന്റെ ഭാവി പറയാൻ ദൈവത്തിന്റെ ആത്മബലം യോഹന്നാന്റെ മേൽ വരികയാണ്. लेकिन उसी यूहन्ना को उसी पतमुस टापू में भविष्य में होने वाली बातें परमेश्वर ने बता दी. ദർശനങ്ങളെ വാതിലുകൾ യോഹന്നാന്റെ മുമ്പിൽ തുറക്കുകയാണ്. दर्शनों का कपाट यूहन्ना के सामने खुल गया. ഈ പകൽ ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുന്നു आज सुबह पवित्र आत्मा कहना चाहता നിന്റെ है, മുമ്പിൽ വഴികൾ തുറക്കാൻ പോകുകയാണ്. आपके सामने द्वार खुलने जा रहे हैं. നിന്റെ ടെൻഷൻ മാറാൻ പോകുകയാണ്. आपके बंधनों से प्रभु आपको നീ आजाद करेगा. ധൈര്യപ്പെടാൻ പോകുകയാണ്. आपको नया बल प्रभु देगा. നീ മറ്റുള്ളവന് ദൂത് പറയാൻ आप अन्य പോകുകയാണ്. लोगों को प्रभु का संदेश दोगे. നീ ദർശനങ്ങൾ കാണാൻ आप പോകുകയാണ്. दर्शनों को देखोगे. നീ ലോകത്തിന്റെ ഭാവി പറയാൻ आप പോകുകയാണ്. भविष्य की बातों को आप कहोगे. ഇരുട്ടിൽ ജനത്തിന് നീ ദൈവ സന്ദേശം കൊടുക്കാൻ आपके പോകുകയാണ്. पास में प्रभु एक संदेश देगा लोगों तक पहुंचाने के लिए. നിന്റെ പ്രതിസന്ധികൾ അവസാനിക്കാൻ और പോകുകയാണ്. निराशा से तू बाहर നീ निकलेगा. ചില കഷ്ടത്തിൽ പുറത്തു വരാൻ इन क्लेशों പോകുകയാണ്. से तू बाहर निकलेगा. ചില ഭാരങ്ങളിൽ നിന്ന് ഇവിടെ അവസാനിക്കുകയാണ്. कुछ बोझों से तू बाहर आएगा. ചില രോഗബന്ധനങ്ങളിൽ നിന്ന് ഇവിടെ बीमारी के അഴിയുകയാണ്. बंधन से तू आजाद ചില होगा. കഷ്ടത്തിൽ നിന്ന് പുറത്തു വരികയാണ്. कुछ समस्याओं से तू बाहर നിന്റെ निकलेगा. ഭാവിയുടെ മേൽ വിശാല വാതിലുകൾ തുറക്കുകയാണ്. आपके लिए एक विशाल द्वार प्रभु खोलेगा. ഇനിയും നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. और प्रभु तुझे इस्तेमाल में लेगा. ഇനിയും നിന്റെ മേൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ परमेश्वर की പോകുകയാണ്. योजना आपके जीवन में നീ प्रकट होगी. വെളിച്ചത്തിലൂടെ നടക്കാൻ പോകുകയാണ്. नए बल से तू चलेगा. നീ ലോകത്തിനൊരു അനുഗ്രഹമാകാൻ तू പോകുകയാണ്. लोगों के लिए आशीष का कारण बनने जा നീ रहा है. ദൈവത്തിന് വേണ്ടി ചിലത് എഴുതാൻ പോകുകയാണ്. तू प्रभु के लिए कुछ नई बातों को നീ करेगा. ദൈവത്തിന് വേണ്ടി ചിലത് പാടാൻ പോകുകയാണ്. तू प्रभु के लिए नए गीत को गाएगा. നീ ജനത്തിന് അനുഗ്രഹമാകാൻ तू लोगों के लिए പോകുകയാണ്. आशीष का कारण बनेगा. എത്ര പേർ ഈ പകൽ ആ ദൂതേറ്റെടുക്കും? कितने लोग आज सुबह इस वचन को स्वीकार करना എനിക്കൊരു चाहते हैं? അനുഗ്രഹീതമായ ഭാവിയുണ്ട്. परमेश्वर में आपके लिए एक आशीष में भविष्य ഇനിയും है. എനിക്ക് മുൻപോട്ട് പോകാൻ ദൈവത്തിന്റെ प्रभु आपको आगे बढ़ाना चाहता എന്റെ है. കയ്യിൽ ദൈവം ചിലത് ഏൽപ്പിക്കും. अपने आप को प्रभु के हाथों में सौंपिए. ദൈവ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇനി മുൻപോട്ട് പോകും. परमेश्वर की महिमा में मैं आगे बढ़ूंगा. എന്റെ മേൽ ദൈവിക വിളി തീർന്നിട്ടില്ല. मेरे ऊपर परमेश्वर का हाथ प्रकट होगा. ഞാൻ അനുഗ്രഹിക്കപ്പെടും. मैं आशीषित हूंगा. ഞാൻ ലോകത്തിനൊരു അനുഗ്രഹമാകും. मैं लोगों के लिए आशीष का कारण बनूंगा. പിശാചിന്റെ പിടിയിൽ ജനത്തെ മോചിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കപ്പെടും. शैतान के चंगुल से लोगों को आजाद करने के लिए मेरा जीवन इस्तेमाल में होगा. അന്ധകാര ശക്തി ബന്ധിച്ച പ്രിയപ്പെട്ടവരെ വിടുവിക്കാൻ ഞാൻ പ്രയോജനപ്പെടും. जो लोग बंधन में फंसे हुए उनके बीच में ईश्वर आजादी को मैं पहुंचा
पहुंचाऊंगा। എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചും പിശാച് നിശ്ചയിച്ച വിധികൾ തകർക്കപ്പെടും. मेरे खिलाफ शैतान ने जो सीमाएं बांधी है वो सीमाएं टूट जाएगी। ദേശത്തെ വാഴ്ചകളും അധികാരങ്ങളും എനിക്കെതിരെ ഉണ്ടാക്കിയ ബന്ധനങ്ങൾ തകർന്നു പോകും. अंधकार की ताकतों ने जो सीमाएं बांधी है मेरा प्रभु उन सीमाओं से मुझे बाहर निकालेगा। ഞാൻ ആത്മസന്തോഷത്തിന്റെ ഭാഗമായി മാറും. आत्मा में मैं आनंदित हो जाऊंगा। ഞാൻ ദൈവത്തിന് വേണ്ടി मैं പ്രയോജനപ്പെടുന്നവനായി प्रभु മാറും. के लिए इस्तेमाल में पाया जाऊंगा। എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. मेरे बच्चे आशीषित होंगे। അവർ ദൈവത്തിന് വേണ്ടി वे പ്രയോജനപ്പെടും. प्रभु की सेवा करेंगे। ഭാരതത്തിൽ ഒരു ഉണർവുണ്ടാകും. भारत में जागृति आएगी। ദേശങ്ങളിൽ മാറ്റം സംഭവിക്കും. प्रभु का कार्य होगा। പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയും. शैतान की चालें निरस्त ഒരു हो ഉണർവ് जाएगी। സംഭവിക്കും. अद्भुत कार्य होंगे। ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. प्रभु का कार्य प्रकट होगा। ഇരുട്ട് മാറും. अंधकार जाएगा। വെളിച്ചം വെളിപ്പെടും. ज्योति आएगी। അനുഗ്രഹം ജനം അനുഭവിക്കും. आशीष बहेगा। ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. प्रभु हमें आशीष दे रहे। तालियां बजाकर वचन को हम स्वीकार करें।